അപ്പൊ ചേട്ടാ ആ എന്തൊക്കെയുണ്ട് വിശേഷം? ഹെയർ നന്നായി. സ്റ്റൈലൊക്കെ രസമായിട്ടുണ്ടല്ലോ. ഇതിപ്പോ ടിക്കറ്റാക്കാം വന്ന് നേരത്തെ ടിക്കറ്റൊക്കെ ഹെയർ പറഞ്ഞില്ലേ. സ്റ്റൈലാണോ ആ, ഇത്? അത് തന്നെ അത് ആഹാ, തന്നെ. ആ കൊള്ളാലോ സംഭവം. സ്വാഗ് ആയിട്ടുണ്ടല്ലേ? അതെ അതെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇന്നേ ആണോ? വരെ ചെയ്യാത്ത ഒരു സംഭവം. ആഹാ. നമ്മളെപ്പോഴും എല്ലാത്തിലും ഹ്യൂമറും കാര്യങ്ങളാണല്ലോ. ഉം, ഉം, അപ്പൊ ഇങ്ങനെ രോഹിത് വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ്, ഉം. ഇന്റർവെല്ലിന് ശേഷം വരുന്ന ഒരു ക്യാരക്ടറാണ്, ഇന്റർവെല്ലിന് ഓ, ശേഷം ത്രൂ ക്ലൈമാക്സ് വരെ നിൽക്കുന്ന ഒരു എന്ത് ക്യാരക്ടറാണ്. ഷെയ്ഡാ? വില്ലനോ? വില്ലൻ അതോ നായകൻ? ഹ്യൂമർ അല്ല, അല്ല. അയ്യോ പക്ക സംഭവം, പക്ക സീരിയസ്, എല്ലാം ഈ ആഹാ. ഫൈറ്റ് ആണ്, കംപ്ലീറ്റ് ഫൈറ്റ്. ഒരു ഒരു ഓക്കെ. ഒരു ഈ മിലിറ്ററി ഏജൻസി പോലത്തെ ഒരു ഏജൻസിയാണ് അവർ പല സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ പല കേസുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ വിങ്ങിനെ പല പോലീസ് ഉപയോഗിക്കാറുണ്ട്. ആഹാ. അത്തരത്തിലുള്ള ഒരു വിങ്ങാണ്. അങ്ങനത്തെ അതിന് സിനിമ കാണാൻ കിടുവാണ്, ഒന്നും പറയാനില്ല, കിടുവായിരിക്കും. ഓക്കെ. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ പേര് സിനിമയിൽ വന്നപ്പോ ഇട്ട പേരാണോ അതോ ചേട്ടന്റെ ശരിക്കുള്ള പേരാണോ അനിയപ്പൻ? എൻ്റെ പേര് അനിയപ്പൻ. ഈ അനിയപ്പൻ എന്നുള്ള പേര് ശരിക്കും അനിയപ്പൻ എന്ന് തന്നെയാണ്. ആഹാ. ഞാൻ ആദ്യമൊക്കെ അനിയപ്പൻ എന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈ ഉം. അനിയപ്പൻ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ എന്നെ പെണ്ണുങ്ങളൊക്കെ പേര് ചോദിക്കുമ്പോൾ ഞാൻ അനി അനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനിയപ്പൻ എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം. കാരണം അച്ഛൻ്റെ പേര് അയ്യപ്പൻ എന്നാണ്. ആഹാ, ഹോ, അപ്പോൾ അങ്ങനെ. എന്നെ എൻ്റെ അപ്പയുണ്ട്, അപ്പയാണ് എനിക്ക് പേരിട്ടത്, കോമൻകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പയാണ് അപ്പോൾ അയ്യപ്പൻ അനിയപ്പൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആഹാ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഈ അനിയപ്പനിൽ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അനിയപ്പനിൽ ഹാപ്പിയാണ്. വെറൈറ്റി പേരാണല്ലോ. വെറൈറ്റി പേര് പിന്നെ ശ്രദ്ധിക്കുമല്ലോ, ഒരു 1000 പേരെടുത്ത് കഴിഞ്ഞാൽ അനിയപ്പനൊക്കെ വളരെ കുറവായിരിക്കും. ഓർത്തിരിക്കും നമ്മൾ. റെയർ പേരായത് അതെ കാരണം. ചേട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തു എന്ന് പറഞ്ഞല്ലോ സിനിമയില്. ജോലി കിട്ടി, സർക്കാർ ജോലി കിട്ടി പോവായിരുന്നു അല്ലെ? അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് സിനിമ വേണ്ട, ജോലി കിട്ടിക്കഴിഞ്ഞപ്പം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി ആയത് കാരണം അത് ചൂസ് ചെയ്തതാണോ? ദേവസ്വം ബോർഡാണല്ലോ, ദൈവങ്ങളുടെ അടുത്ത് നിൽക്കാമല്ലോ ആഹാ. അല്ലേ. ആ. ചോറ്റാനിക്കരമ്മയ്ക്ക് അടുത്ത് നിൽക്കാന്ന് നിസ്സാര കാര്യമാണോ? എല്ലാവർക്കും കിട്ടുന്ന ചോറ്റാനിക്കരയിലാണ് ജോലി ഞാനിപ്പോ ചോറ്റാനിക്കരയുടെ ജോലി ചെയ്യണം. ആ ഭഗവതിയൊക്കെ മുമ്പിൽ ഇങ്ങനെ മാറു വഴി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മയുടെ മുമ്പിൽ നിൽക്കാന്ന് വെച്ചാൽ നിസ്സാരപ്പെട്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ദേവസ്വം ബോർഡ് ജോലി ഇങ്ങനെ വന്നു. അപ്പൊ ഒരു കൺഫ്യൂഷനിലായിരുന്നു അത്. ഏത് സിനിമയൊക്കെ കഴിഞ്ഞ സമയത്ത് ചേട്ടാ? അല്ല, അത് രസികനൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയം. അതെനിക്ക് ഏറ്റവും വലിയൊരു സങ്കടവും കൂടി ഉണ്ട്. അത് കാരണം ഈ സിദ്ധു പനക്കൽ നിന്നിട്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, നമുക്കറിയാലോ മലയാള സിനിമയിലെ ഈ വളരെ പേരെടുത്ത ഒരു കൺട്രോളറാണ് അദ്ദേഹം. എന്നെ ഒരു സിനിമക്ക് വിളിച്ചിട്ട് എനിക്ക് അതാണ് എനിക്കൊരു ഭയങ്കര സങ്കടമായൊരു കാര്യം അതാണ്. അതായത് ഈ അദ്ദേഹം വിളിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് ഒരു മാസം മുമ്പേ എന്നോട് പറയാണ്, ഹൈലേസ നമ്മുടെ സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ പറഞ്ഞു, ഞാനത് ഓക്കെ ചേട്ടാന്ന് പറഞ്ഞു. 4-5 ദിവസമുള്ളൂ. ഒരു ചെറിയ ക്യാരക്ടർ, ഒരു രാജൻ പി ദേവിൻ്റെ 5 മക്കളിൽ ഒരാളായിട്ടുള്ള ഒരു ക്യാരക്ടർ പറഞ്ഞു. ഈ സമയത്താണ് ഈ ജോലിക്ക് കയറിയിരിക്കണം. പക്ഷെ ജോലിക്ക് ഡേ നൈറ്റ്. അപ്പം ഞാൻ ഡേ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സിദ്ധുവേട്ടനോട് ഓക്കെയും പറഞ്ഞു. പക്ഷേ സിദ്ധുവേട്ടൻ വിളിക്കുന്ന സമയത്ത് നൈറ്റുമാണ് ജോലി. എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ലീവ് എടുക്കാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഒന്നാമത്തെ പാർട്ടി വഴി കയറിയേക്കണാണ്, ദേവസ്വം ബോർഡാണ്, നമുക്കറിയാലോ ഒരു ജോലി നിസ്സാര. അപ്പം ഇത് വല്ലാത്ത. പിന്നെ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. പിന്നീട് ആ പുറത്തു നിന്ന് മാറുകയും ചെയ്ത്. പിന്നീട് സിദ്ധുവേട്ടൻ അതൊരു മാനസിക വിഷമം. ഇപ്പം ഞാനാണെങ്കിലും ഒരു കൺട്രോളല്ലേ, വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, നമ്മൾ ആ സിനിമക്ക് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെന്നില്ല, പിന്നെ ആ അവസാന നിമിഷം വേറൊരു ക്യാരക്ടറിനൊക്കെ അതിലേക്ക് വലിക്കിടാന്ന് വെച്ചാൽ ഒരു കൺട്രോളറുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വീട്ടുകാരുടെ ഒരു ആഗ്രഹമായിരുന്നു ദേവസ്വം ബോർഡിലേക്ക് വരിക എന്നുള്ളത്. അങ്ങനെ ദേവസ്വം ബോർഡിലെത്തി. ഇപ്പൊ ചോറ്റാനിക്കര അമ്പലത്തിൽ ജോലി ചെയ്യുന്നു. ചേട്ടാ നമുക്ക് സിനിമ നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള മേഖലയാണ്. നമ്മൾ അവിടെ എത്തിപ്പെടുന്നു, കുറച്ച് ക്യാരക്ടറുകൾ ചെയ്യുന്നു. ആ ക്യാരക്ടറുകളൊക്കെ തന്നെ ചേട്ടന്റെ ഭാഗ്യം പോലെ രജിസ്റ്റർ ചെയ്യുന്ന ക്യാരക്ടറുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ ജോലി കിട്ടി, നമ്മൾ ജോലിയിലോട്ടൊക്കെ പോകുമ്പോൾ ജോലി ചെയ്തുകൊണ്ട് നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ ഉള്ളില്, സിനിമയിലോട്ട് പോകാൻ പറ്റുന്നില്ല? അങ്ങനെ ഉണ്ടായിരുന്നോ ആ ഒരു സമയത്ത്? അല്ല, ഏത് ആ പറഞ്ഞ അത് തന്നെയാണ് ഈ പറഞ്ഞത്. ഞാൻ സിദ്ധു പനക്കൽ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറില്ല, അത് ബോഡി ഗാർഡ് എന്ന സിനിമയിൽ എനിക്കൊരു ക്യാരക്ടർ ആദ്യം പറഞ്ഞിരുന്നതാണ് സിദ്ദിഖ് സാറ്. ഞാൻ ക്രോണിക് ബാച്ചിലൂടെയാണ് സിനിമയിൽ വന്നത്. ആദ്യത്തെ 10 മാതൃഭൂമി പേപ്പർ ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ബോഡി ഗാർഡിൽ എൻ്റെ പേരുണ്ട്, അനിയപ്പൻ ഫസ്റ്റ്. എന്നെ വിളിക്കുന്നില്ല, 10-20 ദിവസമായിട്ട് എന്നെ വിളിക്കുന്നില്ല, പടം തുടങ്ങി. അപ്പം ഞാനിത് എന്നെ വിളിക്കുക. അപ്പം സിദ്ദിഖ് സാറിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സാറേ നമ്മൾ വിളിക്കുമ്പോൾ സാറിന് തിരക്കാണല്ലോ. ഒരു പ്രാവശ്യം ഫോൺ എടുത്തപ്പോഴാണ് സാറ് പറഞ്ഞത്, അനിയപ്പൻ പൂജയിലാണെന്ന് പറഞ്ഞല്ലോ അനിയപ്പ, വിളിച്ചപ്പോൾ പൂജയിലാണ്, തിരക്കാണെന്ന് പറഞ്ഞല്ലോ അനിയപ്പ, അതുകൊണ്ട് അതിൽ സിദ്ധാർത്ഥ് ശിവ ആണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണ് എൻ്റെ തെറ്റാണ്. കാരണം നമ്മളുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അതൊരു വല്ലാത്ത വേദനയാണ്. എന്തൊക്കെയായാലും എന്താ, കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച്
കാലങ്ങൾ സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും തിരിച്ചൊരു നല്ല കംബാക്ക് തന്നെ നമുക്ക് കിട്ടി. അതായത് കുറെ നല്ല ക്യാരക്ടറുകൾ പിന്നെയും ചെയ്യാൻ പറ്റുന്നു. അപ്പം ആനന്ദ് ശ്രീബാലയാണ് ചേട്ടൻ തിരിച്ചെത്തിയ സിനിമ. അപ്പം ആനന്ദ് ശ്രീബാല, അഭിലാഷ് ഏട്ടൻ ഒക്കെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അത് നമുക്ക് എല്ലാവർക്കും ചില ആൾക്കാരുണ്ട് നമ്മളെ രക്ഷിക്കാൻ. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെയാണ് അഭിലാഷ് പിള്ള. ഈ അഭിലാഷ് പിള്ള ചോറ്റാനിക്കര, അദ്ദേഹത്തിന്റെ വീട് പത്തനംതിട്ട കണ്ടാണ്. അദ്ദേഹം ചോറ്റാനിക്കരയാണ് ഇപ്പൊ താമസിക്കുന്നത്. ഈ ചോറ്റാനിക്കര അമ്പലത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വരും, അമ്പലത്തിൽ തൊഴാനൊക്കെ വരും. അദ്ദേഹത്തിന്റെ അമ്മ പരമഭക്തിയാണ് ചോറ്റാനിക്കരമ്മയുടെ. അപ്പോൾ തൊഴാൻ വരുമ്പോൾ ഇത് സിവിൽ സർവീസിനോ അങ്ങനെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് വന്നിട്ട്, ചേട്ടാ ആ സിനിമയിൽ വന്നിട്ട് മറ്റേ ഫ്രെയിം ചേട്ടാ, ഈ ഫ്രെയിം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇന്ന അടിച്ചേട്ടാ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്ന അഭിലാഷ്, നീ ഒന്നും ഇണ്ടാതി, നീ നിനക്ക് ആ ഏറ്റവും നല്ലത് പഠിച്ച് മിടുക്കനാവുക. സിനിമയൊക്കെ പിന്നീട് അറിയുന്നത് അഭിലാഷിന്റെ വളർച്ചയാണ്. അതാണ് ഒരു കലാകാരന്റെ ഒരു ഡെഡിക്കേഷൻ. അതാണ് അഭിലാഷ് പിള്ള. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ആനന്ദ് ശ്രീബാല എന്നതിൻ്റെ പുതിയ പടത്തിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്, ചെറുതാണ്, ഒരു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ശവമൊക്കെ പൊന്തിയെടുക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്യണം. പിന്നീട് സുമതി വിളവ് വന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് അവിടെ ഞാൻ ഈ സിനിമയിൽ വീണ്ടും വന്നു എന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് സിനിമകൾ വന്നു. അപ്പോൾ എൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ചോറ്റാനിക്കരമ്മയായിട്ട് എനിക്ക് തന്ന ഒരു വരദാനമാണ് അഭിലാഷ് പിള്ള. അതിന് പ്രത്യേകമായ ഒരു താങ്ക്സ് അഭിലാഷ് പിള്ളയ്ക്കും കുടുംബത്തിനും കൊടുത്തേ പറ്റൂ. ചേട്ടാ ആനന്ദ് ശ്രീബാല, സുമതി വളവ്, ഇത് രണ്ടിനകത്ത് ഒരു കോമൺ ഫാക്ടർ അർജുൻ അശോകനാണ്. അർജുൻ അശോകന്റെ അച്ഛൻ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ കൂടാണ് നമ്മുടെ ക്രോണിക് ബാച്ചിലറിലെ ഇന്നസെന്റ് സാർ, ഹരിശ്രീ അശോകൻ ചേട്ടൻ. നിങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ സീൻ തന്നെ ഹിറ്റായിട്ടുള്ള സീൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹരിശ്രീ അശോകൻ സാറിന്റെ മോൻ. അപ്പൊ അർജുൻ അശോകനെ ഫസ്റ്റ് കണ്ട സമയത്ത് നിങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, കാരണം ഇതൊരു ഹിറ്റ് സീനാണല്ലോ. അത് രസമാണത്. മമ്മൂക്കയുടെ ക്രോണിക് ബാച്ച്, അതിനുശേഷം ദുൽഖറിന്റെ കൂടെ ഒരു സിനിമ യമണ്ടൻ പ്രേമകഥ, അതുപോലെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദുൽഖറിനെ കാണുമ്പോൾ എന്നെ ഇൻട്രസ്റ്റ് പരിചയപ്പെട്ടു. അപ്പോൾ ദുൽഖർ എന്നെ കണ്ടപ്പോൾ തന്നെ, ചേട്ടാ ഞാൻ ദുൽഖറെ, നമുക്ക് അവനൊക്കെ വലിയ ആർട്ടിസ്റ്റാണല്ലോ. അത് മാത്രമല്ല ഒരു വലിയ പ്രതാപിയുടെ ഒരു വലിയ ആളുടെ മകനല്ലേ. അപ്പോൾ ഞാൻ നമസ്കാരം ചേട്ടാ ഇങ്ങനെയൊക്കെയാണോ നിക്കണ പോണ. അപ്പൊ കാരണം ആ ചെറിയ കുഞ്ഞു പയ്യനുണ്ട്, ഞാൻ ക്രോണിക് ബാച്ചിൽ നിൽക്കുമ്പോൾ അങ്ങനെ കണ്ട് അതുപോലത്തെ ഒരു ഫീലായിരുന്നു ഈ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ മകൻ. ഞങ്ങൾ ആ സുമതി വളവിൽ എന്ന് കണ്ട് അതിനുശേഷം ഒരു സിനിമ കഴിഞ്ഞിട്ട്, ഈ സുമതി വളവ് റിലീസായിട്ടൊരു സിനിമ കഴിഞ്ഞിട്ട് പുറത്തേക്ക് തിയേറ്ററിൽ നിന്ന് ഞാനും വൈഫും കുട്ടികൾ ഞങ്ങളെല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ തിയേറ്റർ വിസിറ്റായിട്ട് എല്ലാവരും കൂടി വരിക. അപ്പോൾ ചാനൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അപ്പോൾ എല്ലാവരും ചേട്ടാ അപ്പോൾ നിൽക്കണ പോണ. അതായത് അച്ഛനോട് ചോദിച്ച ചോദ്യം മോനോട് ചോദിക്കുന്നത്, അത് ഭയങ്കരമായിട്ട് കുറേ മില്യൺ കയറിയത്, കുറേ ആൾക്കാർ കയറി. അപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അച്ഛനോട് പറഞ്ഞ ഡയലോഗ് കുറേ കഴിഞ്ഞപ്പോൾ കുറേ കാലഘട്ടത്തിന് ശേഷം മകനോട് പറയാൻ പറ്റുന്ന നല്ല ആർട്ടിസ്റ്റാണ് അർജുൻ അശോകൻ കേട്ടോ. നല്ല വിനയമുള്ള ആർട്ടിസ്റ്റാണ്. അതുപോലെ ചെയ്യുന്ന ക്യാരക്ടറൊക്കെ നല്ല പക്വതയായിട്ട് കൃത്യമായിട്ട് അവനൊരു അളവുണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റ്.